ഹലോ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ മോഷൻ ഇൻ എ പ്ലെയിൻ ആണ്. നിങ്ങൾക്കറിയാം അത് വലിയൊരു ചാപ്റ്റർ ആണ്. പക്ഷെ ഒരു നീറ്റ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ റീനീറ്റിനൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെ സ്കോർ ചെയ്യാം എന്നുള്ള ഐഡിയാസ് ആണ് ഞാൻ ഇന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഐഡിയാസും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചാപ്റ്ററിലേക്ക് പോയാലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട സാധനമാണ് പ്രൊജക്ടൈൽ മോഷൻ. നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗമാണ് പ്രൊജക്ടൈൽ മോഷൻ. ക്വസ്റ്റ്യൻ വരുന്ന മേഖലകളാണ് കേട്ടോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പ്രൊജക്ടൈൽ മോഷനിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഒബ്ലീക് പ്രൊജക്ഷൻ. ഇപ്പോൾ ഒബ്ലീക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒബ്ലീക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി സിമ്പിൾ. അതായത് ഇതാണ് നമ്മുടെ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ ഒ എന്ന് പറയുന്നത്. ഇവിടെ നിന്നും നമ്മൾ ഒരു പ്രൊജക്ടൈലിനെ പ്രൊജക്ട് ചെയ്യാണ് വിത്ത് വെലോസിറ്റി യു. ഒരു യു വെലോസിറ്റിയിൽ പ്രൊജക്ട് ചെയ്യാണ്, മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ. ഒരു തീറ്റ ആംഗിളിൽ അത് എന്ത് ചെയ്യാണ്? പ്രൊജക്ട് ചെയ്യാണ്. ഒരു തീറ്റ ആംഗിൾ അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? പ്രൊജക്ട് ചെയ്യാണ്. ഓക്കെ, അങ്ങനെ പ്രൊജക്ട് ചെയ്യുന്നു. ആൻഡ് ദ മോഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ് ഓൺലി അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി. ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ മാത്രമാണ്, വേറെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഫോഴ്സുകൾ ഇവിടെ ഇല്ല. അങ്ങനെ ഗ്രാവിറ്റിയുടെ പ്രസൻസിൽ ഈ മോഷൻ നടക്കുകയും ഇത് ഫോളോസ് എ പരാബോളിക് പാത്ത്. ഒരു പരാബോളിക് പാത്തിൽ ഫോളോ ചെയ്തതിന് ശേഷം പ്രൊജക്ടൈൽ തിരിച്ച് ഗ്രൗണ്ടിൽ എത്തുകയും ചെയ്യാണ്. ഇത്തരത്തിലുള്ള മോഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒബ്ലീക് പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഇതിനെ ഐഡിയാസ് പഠിക്കുക? അപ്പൊ എങ്ങനെയാണ് പ്രൊജക്ടൈൽ മോഷൻ പഠിക്കേണ്ടത്? ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഐഡിയ ഞാൻ പറഞ്ഞുതരാം. എന്താണ് പ്രൊജക്ടൈൽ മോഷൻ നടക്കുന്നത്? ഒരു പ്ലെയിനിലാണ് നടക്കുന്നത്. ഇപ്പൊ പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? ഇവിടെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ആണ്. അപ്പൊ എക്സ് വൈ പ്ലെയിനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മോഷൻ നടക്കുന്നതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു പ്ലെയിനിൽ നടക്കുന്ന മോഷനെ നമ്മൾ എന്തായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്? രണ്ട് ഡിഫറെന്റ് മോഷൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. അതായത് എക്സ് ആക്സിസിൽ നടക്കുന്ന ഒരു മോഷൻ ആയിട്ടും വൈ ആക്സിസിൽ നടക്കുന്ന വേറൊരു മോഷൻ ആയിട്ട് രണ്ട് ഡിഫറെന്റ് മോഷൻസ് ആയിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യാണ്? സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം എക്സ് ഡയറക്ഷനിലുള്ള മോഷൻ പഠിക്കാം. അപ്പൊ എക്സ് ഡയറക്ഷനിലുള്ള മോഷൻ എടുക്കുമ്പോൾ എന്താ വരാ? അപ്പൊ നിങ്ങൾ എക്സ് ഡയറക്ഷനിലുള്ള മോഷൻ എടുത്തു. ഇപ്പൊ എക്സ് ഡയറക്ഷനിലുള്ള മോഷൻ നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എക്സ് ഡയറക്ഷനിൽ എന്തെങ്കിലും ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടോ? അതായത് ഈ പ്രൊജക്ടൈൽ ഈ പരാബോളിക് പാത്ത് ഫോളോ ചെയ്യുമ്പോൾ എക്സ് ഡയറക്ഷനിൽ ഇതിനെ ആരെങ്കിലും സ്വാധീനിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടോ? ആരും തന്നെ ഇല്ല. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ എക്സ് ഡയറക്ഷനിൽ ഫോഴ്സുകൾ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എക്സ് ഡയറക്ഷനിലുള്ള മോഷൻ എന്ന് പറയുന്നത് എന്ത് മോഷനാണ്? യൂണിഫോം മോഷനാണ്. എക്സ് ഡയറക്ഷനിലുള്ള മോഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. യൂണിഫോം മോഷൻ ആണെന്ന് മനസ്സിലാക്കുക. അതായത് എക്സ് ഡയറക്ഷനിൽ വെലോസിറ്റി മാറില്ല എന്നാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി നിങ്ങൾ ഫിഗറിലേക്ക് നോക്കൂ. ഇതല്ലേ നമ്മുടെ ഗിവൺ വെലോസിറ്റി യു, ഇതല്ലേ നമ്മുടെ ആംഗിൾ തീറ്റ. ഈ വെലോസിറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് എന്ന് പറയുന്നത് യു കോസ് തീറ്റ, ഇതാണ് എന്ന് പറയുന്നത് ഇനീഷ്യൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി. ദെൻ ഈ കമ്പോണന്റ് ആണ് എന്ന് പറയുന്നത് യു സൈൻ തീറ്റ, ഇതാണ് എന്ന് പറയുന്നത് ഇനീഷ്യൽ വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ എക്സ് ഡയറക്ഷനിൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, എക്സ് ഡയറക്ഷനിൽ എന്താണ്? യൂണിഫോം മോഷനിലാണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? ഡിസ്പ്ലേസ്മെന്റ് കാണാൻ എക്സ് ഡയറക്ഷനിൽ വേറെ ഇക്വേഷൻസ് ഒന്നും, എന്താ പറയാ, ആക്സലറേഷൻ ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? വെലോസിറ്റി ഇൻറ്റു ടൈം എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് ഇക്വേഷൻ വരാം? വെലോസിറ്റിന്റെ ഇക്വേഷൻ എന്താ? എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റി എന്താണ്? യു കോസ് തീറ്റയാണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് എഴുതി? യു കോസ് തീറ്റ ഇൻറ്റു ടി. ഇതാണ് എക്സ് ഡയറക്ഷനിലെ ഇക്വേഷൻ. ഇതാണ് ആദ്യം നമ്മൾ ഫോം ചെയ്ത ഇക്വേഷൻ. ക്ലിയർ അല്ലേ? ഇത് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി നമ്മൾ എന്ത് എടുക്കുകയാണ്? വൈ ഡയറക്ഷൻ എടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, പ്രൊജക്ടൈൽ മോഷനെ നമുക്ക് എക്സ് ഡയറക്ഷനിലുള്ള ഒരു മോഷനും വൈ ഡയറക്ഷനിലുള്ള മോഷനും സെപ്പറേറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാം. അപ്പോൾ വൈ ഡയറക്ഷൻ ഞാൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈ ഡയറക്ഷനിൽ എന്തുണ്ട്? ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്. ശരിയല്ലേ? വൈ ഡയറക്ഷനിൽ പ്രൊജക്ടൈൽ ചെയ്ത കാരണം ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്. വൈ ഡയറക്ഷനിൽ ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? യു സൈൻ തീറ്റ. ഇനി നിങ്ങൾ വൈ ഡയറക്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ പ്രൊജക്ടൈൽ ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് ഗ്രാവിറ്റി അതിനെ പിടിച്ച് താഴത്തേക്ക് വലിക്കുന്നില്ലേ? അങ്ങനെ താഴത്തേക്ക് വലിക്കുന്നത് തന്നെ വൈ ഡയറക്ഷനിൽ എന്തുണ്ട്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ വൈ ഡയറക്ഷനിലുള്ള മോഷൻ എന്ന് പറയുന്നത് എന്താണ്? യൂണിഫോംലി, ശ്രദ്ധിക്കാട്ടാ, വൈ ഡയറക്ഷനിലുള്ള മോഷൻ എന്ന് പറയുന്നത് എന്താണ്? യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ ആണ്. മനസ്സിലാക്കുക, വൈ ഡയറക്ഷനിലുള്ള മോഷൻ എന്താണ്? യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ വൈ ഡയറക്ഷനിലുള്ള ആക്സലറേഷൻ എന്താണ്? എ വൈ. വൈ ഡയറക്ഷനിലുള്ള ആക്സലറേഷൻ എന്താ? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പൊ എന്താ അതിന്റെ വാല്യൂ? സൈൻ കൺവെൻഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് എന്ത് വരും? മൈനസ് ജി. ഐഡിയ ക്ലിയർ ആയോ? ഇനി വൈ ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. മനസ്സിലാക്കട്ടാ. അപ്പൊ വൈ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ് എഴുതുമ്പോൾ, ഇപ്പോ യൂണിഫോം മോഷൻ ആയിരുന്നെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ പറഞ്ഞ വെലോസിറ്റി ടു ടൈം, കാരണം വെലോസിറ്റി ഇസ് എ കോൺസ്റ്റന്റ്. ബട്ട് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷന്റെ കേസ് വരുമ്പോൾ, ഇക്വേഷൻ എഴുതാൻ പറഞ്ഞ, ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ എഴുതാൻ പറഞ്ഞ, നിങ്ങൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം? y is equal to ut plus half at square. ഈ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. വൈ ഡയറക്ഷനിൽ ആയതുകൊണ്ട് തന്നെ uy t plus ay t square.
ഇങ്ങനെ മാറ്റാം. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വാട്ട് ഈസ് യു വൈ? യു വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി ആണ്. അപ്പൊ അതെന്താണ്? യു സൈൻ തീറ്റ ഇൻറ്റു ടി. ഓക്കെ, മൈനസ് ഹാഫ് ഇൻറ്റു എ വൈൻ്റെ സ്ഥാനത്ത് എന്ത് എഴുതി? മൈനസ് ജി എന്ന് എഴുതി. അപ്പൊ മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ഇങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്തത്? വൈ ഡയറക്ഷനിലെ ഇക്വേഷൻ എഴുതിയത്. മനസ്സിലായോ? അപ്പൊ എങ്ങനെയാണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഫോം ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ? എക്സ് ഡയറക്ഷനിലെ മോഷനും വൈ ഡയറക്ഷനിലെ മോഷനും ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് എന്ത് പറയാൻ പറ്റും? ഇക്വേഷൻ ഓഫ് ട്രജക്ടറി പറയാൻ പറ്റും. അപ്പോ എക്സ് ഡയറക്ഷനിലെ ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചത്? എക്സ് ഡയറക്ഷനിലെ ഇക്വേഷൻ ഈസ് നത്തിങ് ബട്ട് യു കോസ് തീറ്റ ഇൻറ്റു ടി. ഇതിൽ നിന്ന് ടി എന്ത് കണ്ടുപിടിക്കും? എക്സ് ഡിവൈഡഡ് ബൈ യു കോസ് തീറ്റ. ശരിയല്ലേ? ഇനി വൈ ഡയറക്ഷനിലെ ഇക്വേഷൻ എന്താ? യു സൈൻ തീറ്റ ഇൻറ്റു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ഇതിൽ ഈ ടീന് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, ശ്രദ്ധിക്കാട്ടെ, ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നില്ല. ഈ ടീന്, ഈ കാണുന്ന ടിക്ക് നിങ്ങൾ ഈ കാണുന്ന എക്സ് ബൈ യു കോസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് എന്ത്? y is equal to x tan theta minus gx square by 2u square cos square theta. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രജക്ടറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ. ഒരു പ്രൊജക്ടൈലിന്റെ പാത്ത് എന്ന് പറയുന്നത് എന്താണ്? അതൊരു പരാബോളിക് പാത്താണ്. പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ ഈസ് പരാബോളിക്. പ്രൊജക്ടൈലിന്റെ പാത്ത് എന്ന് പറയുന്നത് എന്താണ്? പരാബോളിക് പാത്താണ്. അപ്പൊ ഇത്രയും ഐഡിയ മനസ്സിലായില്ലേ? ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളതാണ് വെലോസിറ്റി അറ്റ് എ ടൈം. നിങ്ങൾക്കറിയാം, നിങ്ങൾ പ്രൊജക്ട് ചെയ്തു, പറഞ്ഞു മനസ്സിലായോ? എക്സ് ഡയറക്ഷനിൽ എന്തില്ല? ഫോഴ്സുകളൊന്നും ആക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റി ത്രൂ ഔട്ട് എന്ത് ചെയ്യും? മാറാതിരിക്കും. പക്ഷെ വൈ ഡയറക്ഷനിൽ എന്തുണ്ട്? ഫോഴ്സ് ഉണ്ട്. ആരുണ്ട്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. അപ്പൊ വൈ ഡയറക്ഷനിലെ വെലോസിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കും? മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? വൈ ഡയറക്ഷനിലെ വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? ഈ ഐഡിയ ആണ് ഞാൻ അവിടെ പറയുന്നത്. ഇക്വേഷൻ ഇവിടെ എഴുതി വെച്ചാൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഐഡിയ ഒന്ന് പറയാണ്. ഞാൻ എക്സ് ഡയറക്ഷൻ എടുക്കാതെ വിചാരിക്കും. സിമ്പിൾ ആണ് കേട്ടോ, വളരെ സിമ്പിൾ ആണ്. എന്നിട്ട് ഞാൻ ഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എക്സ് ഡയറക്ഷൻ നിങ്ങൾ എടുത്തു. എക്സ് ഡയറക്ഷനിൽ എന്താ വെലോസിറ്റി? എക്സ് ഡയറക്ഷനിൽ വെലോസിറ്റി എന്ത് ചെയ്യില്ല? ഇറ്റ്സ് എ കോൺസ്റ്റന്റ്, മാറില്ല. അപ്പൊ വെലോസിറ്റി അറ്റ് എ ലേറ്റർ ടൈം വി എക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ എന്ത് തന്നെയാണ്? യു എക്സ് തന്നെയാണ്. വാല്യൂ എത്ര കിട്ടാം? യു കോസ് തീറ്റ തന്നെയാണ്. നോ ചേഞ്ച്. ഇനി നമ്മൾ എന്തെടുക്കുകയാണ്? വൈ ഡയറക്ഷൻ എടുക്കുകയാണ്. ഇനി നമ്മൾ എന്തെടുക്കുകയാണ്? വൈ ഡയറക്ഷൻ എടുക്കുകയാണ്. വൈ ഡയറക്ഷൻ നിങ്ങൾ എടുക്കുമ്പോൾ മനസ്സിലാക്കണം, വൈ ഡയറക്ഷനിൽ എന്തുണ്ട്? ബോഡി മേലേക്ക് പോകുന്നതിനനുസരിച്ച് ഗ്രാവിറ്റി അതിനെ പിടിച്ച് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുക. ക്ലിയർ അല്ലേ? അങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തുണ്ട്? വൈ ഡയറക്ഷനിൽ ഓൾറെഡി ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്. അത് എനിക്കറിയാം. എത്രയാണ്? യു സൈൻ തീറ്റ. നമ്മൾ പഠിച്ചതല്ലേ? വൈ ഡയറക്ഷനിൽ പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് വെലോസിറ്റി എത്രയാണ്? യു സൈൻ തീറ്റ. പോരാത്തതിന്, സോറി എക്സ് എന്ന് എഴുതിയിട്ടാണ്, ഐ മേഡ് എ മിസ്റ്റേക്ക്. ഇനി വൈ ഡയറക്ഷനിൽ എന്തുണ്ട്? ആക്സലറേഷൻ ഉണ്ടെന്നും പഠിച്ചു. അപ്പൊ മൈനസ് ജി. അങ്ങനെയാണെങ്കിൽ വൈ ഡയറക്ഷനിലെ വെലോസിറ്റി ആയിട്ട് ലേറ്റർ ടൈം കാണാൻ പറഞ്ഞാൽ നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത്? v is equal to u plus at ഉപയോഗിക്കണം. കാരണം എന്താ? വൈ ഡയറക്ഷനിൽ ആക്സലറേറ്റഡ് മോഷൻ ആണ്. അപ്പൊ vy is equal to uy plus ayt. അപ്പോ vy എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് uy? uy-ന്റെ വാല്യൂ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? u sin തീറ്റ. ay-ന്റെ വാല്യൂ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? ay-ന്റെ വാല്യൂ എന്താ? ay-ന്റെ വാല്യൂ നമുക്ക് എല്ലാവർക്കും അറിയാം മൈനസ് ജി. അപ്പൊ എത്ര വരാം? മൈനസ് ജി ടി. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് കിട്ടിയാൽ വെലോസിറ്റി അറ്റ് എ ലേറ്റർ ടൈം, ഏത് ടൈമിലും വെലോസിറ്റി നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഇനി റിസൾട്ടന്റ് വെലോസിറ്റി ആണോ നിങ്ങളുടെ അടുത്ത് കാണാൻ പറഞ്ഞത്? അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ. അപ്പൊ നിങ്ങൾ ഇനി ഗ്രാഫിലേക്ക് നല്ല പോലെ നോക്കിയേ. ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ട്, ഈ കർവിലേക്ക് നോക്കി കഴിഞ്ഞാൽ, അതായത് വെലോസിറ്റിന്റെ വേരിയേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ യു എക്സിന്റെ മാഗ്നിറ്റ്യൂഡിൽ യാതൊരു വക മാറ്റവും ഇല്ല. ത്രൂ ഔട്ട് എന്ത് സംഭവിക്കുന്നു? വെലോസിറ്റി അലോ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ്. പക്ഷെ വെർട്ടിക്കൽ വെലോസിറ്റി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, മേലേക്ക് പോകും തോറും വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരാണ്. ബിക്കോസ് ഓഫ് ദ ഫാക്ടർ മൈനസ് ജി. ഓക്കെ, അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്ന് ഹയസ്റ്റ് പോയിന്റിൽ എത്തുമ്പോൾ, ശ്രദ്ധിക്കാട്ടാ, അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് ഹയസ്റ്റ് പോയിന്റിൽ എത്തുമ്പോൾ വെർട്ടിക്കൽ വെലോസിറ്റി ബിക്കം സീറോ. ഇവിടെ വെർട്ടിക്കൽ വെലോസിറ്റി എത്രയാണ്? സീറോ ആണ്. അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? ഹൊറിസോണ്ടൽ വെലോസിറ്റി മാത്രമേ ഉള്ളൂ. പിന്നെ ബോഡി താഴേക്ക് വീഴാണ്. ഹയസ്റ്റ് പോയിന്റിൽ നിന്നും ബോഡി എന്ത് ചെയ്യാണ്? താഴേക്ക് വീഴാണ്. അപ്പൊ വീണ്ടും എന്ത് സംഭവിക്കുകയാണ്? വെർട്ടിക്കൽ വെലോസിറ്റി കൂടി കൂടി വരാം. ഓക്കെ, അങ്ങനെ അത് ഗ്രൗണ്ടിൽ എത്തിച്ചേരുമ്പോൾ എന്താണ്? ഇനീഷ്യലി അതിന് എത്ര വെർട്ടിക്കൽ വെലോസിറ്റി ഉണ്ടോ അതേ വെർട്ടിക്കൽ വെലോസിറ്റി അത് അക്വയർ ചെയ്യും, ബട്ട് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഐഡിയ പറഞ്ഞത് മനസ്സിലായോ? ഞാൻ പറഞ്ഞ ലോജിക്ക് പിടിയിട്ടില്ലേ? ഇനി നിങ്ങളുടെ അടുത്ത് പറയാണ്, ഒരു പെർട്ടിക്കുലർ ടൈമിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരും, ഒരു പെർട്ടിക്കുലർ ടൈമിൽ പ്രൊജക്ടൈൽ ഹൊറിസോണ്ടലുമായിട്ട്, ഇനീഷ്യലി അല്ല കൈസ് അല്ലാട്ടെ, ഇനീഷ്യലി ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ആണ്. പക്ഷെ ഒരു പെർട്ടിക്കുലർ ടൈമിൽ
പ്രൊജക്ടൈൽ ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫ എന്ന് പറഞ്ഞ് കാണിക്കും. ഈ ആൽഫ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ കണ്ടുപിടിക്കുക. ഈ ആൽഫ കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ കണ്ടുപിടിക്കുക. ഇറ്റ്സ് വെരി സിമ്പിൾ. ഈ ഐഡിയയിൽ നിന്ന് എടുക്കുക. ദാ ഇവിടെ അല്ലേ വെലോസിറ്റി ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലേ ആൽഫ. അതിന് രണ്ട് കമ്പോണന്റ് ആണുള്ളത്, വി എക്സും വി വൈയും. യു എക്സ് യു വൈ അല്ലാത്ത വെലോസിറ്റി മാറി ഇപ്പോഴത്തെ ഹൊറിസോണ്ടൽ വെലോസിറ്റി വി എക്സ്, ഇറ്റ്സ് വാല്യൂ വിൽ ബി ഈക്വൽ ടു യു എക്സ്. ബട്ട് വെർട്ടിക്കൽ വെലോസിറ്റി എന്താണ്, വി വൈ ആയി. അതിന്റെ വാല്യൂ യു വൈന് ഈക്വൽ അല്ല, യു വൈനേറ്റും കുറയും. കാരണം മേലേക്ക് പോകുന്തോറും എന്ത് സംഭവിക്കും, വെർട്ടിക്കൽ കമ്പൗണ്ട് ഓഫ് വെലോസിറ്റി കുറഞ്ഞു വരും. അപ്പൊ ടാൻ ആൽഫ കാണാൻ പറഞ്ഞാൽ നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി, വെറുതെ വി വൈ ബൈ വി എക്സ് എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഇത്രയും എല്ലാവർക്കും മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിനൊരു ബേസിക് ക്വസ്റ്റ്യൻ ചെയ്താലോ. എന്താണ് ചോദ്യം? The x and y coordinates of a projectile as a function of time are given as. x കോർഡിനേറ്റ് തന്നിട്ടുണ്ട്, അതായത് ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ്. വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് എന്താ തന്നേക്കണേ, 43.60 മൈനസ് 4.9 t സ്ക്വയർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ then the angle made by the projectile with the horizontal at t equal to 2 seconds. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ ഈ പടം ഇവിടെ വരയ്ക്കാൻ, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതാ പ്രൊജക്ടൈല് ഞാൻ വരച്ചു. ഓക്കെ, അപ്പൊ ടി ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ എറിയുന്ന സമയം. ടി ഈക്വൽ ടു 2 സെക്കൻഡ് എന്ന് പറഞ്ഞ ഇതാണ് സ്ഥലം. ടി ഈക്വൽ ടു 2 സെക്കൻഡ് പ്രൊജക്ടൈൽ ഇവിടെ എത്തിയെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. അങ്ങനെ അസ്യൂം ചെയ്താൽ ഇതല്ലേ ഡയറക്ഷൻ, ഇതല്ലേ പ്രൊജക്ടൈലിന്റെ ഡയറക്ഷൻ വി എന്ന് പറയുന്നത്. ആ വി ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫ എന്ന് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ആ വെലോസിറ്റിക്ക് രണ്ട് കമ്പോണന്റ് ആണ്, വി എക്സും വി വൈയും. ഓക്കെ, ഈ ആൽഫ കണ്ടുപിടിക്കാനാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ടാൻ ആൽഫ കണ്ടുപിടിക്കാനാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ടാൻ ആൽഫ നിങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, വി വൈ ബൈ വി എക്സ്. ഐഡിയ കത്തിയോ? ഐഡിയ പറഞ്ഞ് മനസ്സിലായോ? ടി ഈക്വൽ ടു 2 സെക്കൻഡിൽ ഇവിടെ എവിടെയോ ആണ് പ്രൊജക്ടൈൽ. ആ വെലോസിറ്റിനെ ഞാൻ വി എടുത്തു, അത് ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിന് ആൽഫ എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ആ വെലോസിറ്റിക്ക് രണ്ട് കമ്പോണന്റ് ഉണ്ട്, വി എക്സും വി വൈ. അപ്പൊ പ്രൊജക്ടൈല് ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാ, ആൽഫ. അതെങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ നിന്ന് എടുത്താൽ പോരെ. ഇതാ എന്താണ്, ഇറ്റ് വിൽ ബി വി വൈ ബൈ വി എക്സ്. അപ്പൊ ഇവിടെ നിന്ന് വി വൈ വി എക്സ് എങ്ങനെയാ കണ്ടുപിടിക്കുക? നിങ്ങൾ എക്സിനെ പിടിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യൂ. എക്സിന്റെ ഇക്വേഷൻ എന്താ ശ്രദ്ധിക്കൂ കേട്ടോ. എക്സിന്റെ ഇക്വേഷൻ എന്താ, 24t. അപ്പൊ വി എക്സ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി, dx by dt. ആൻസർ എന്ത് കിട്ടി, 24. ഇനി വി വൈ എങ്ങനെയാ കണ്ടുപിടിക്കുക? വി വൈ കണ്ടുപിടിക്കാൻ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യത്രേ ഉള്ളൂ. y എന്താന്ന് തന്നിട്ടുണ്ട്, വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഓൾറെഡി ഗിവൺ ഇൻ ദ പ്രോബ്ലം. 43.60 മൈനസ് 4.9 t സ്ക്വയർ. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ വി വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, dy by dt ഇസ് ഈക്വൽ ടു 43.6 മൈനസ് 4.9 തെറ്റെഴുതി 4.9 ഇൻറ്റു 2t. അപ്പൊ ആൻസർ എന്താ വരാ, 43.6 മൈനസ് 4.9 ഇൻറ്റു 2. ടി എത്രയാ, ടീന്റെ ആൻസർ എത്രയാ, 2. ശരിയല്ലേ? തെറ്റിയിട്ടില്ലല്ലോ. 4.9 ഇൻറ്റു 2t. ഓക്കെ, ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയല്ല വരാം, ടി സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2t. ഓക്കെ, അപ്പൊ 2 ഇൻറ്റു 2. ഇത് ചെയ്താലും നിങ്ങൾക്ക് എത്രയാ കിട്ടുക, ഇപ്പൊ 4.9 ഇൻറ്റു 2 9.8, 9.8 ഇൻറ്റു 2 19.6. ശരിയല്ലേ? 43.6 മൈനസ് 19.6 ചെയ്താൽ നിങ്ങൾക്ക് എന്തെന്നെ കിട്ടും, 24 മീറ്റർ പെർ സെക്കൻഡ് തന്നെ കിട്ടും. ഈസി ആയിട്ട് നമുക്ക് ഇനി ടാൻ ആൽഫ കണ്ടുപിടിക്കാം. വാട്ട് ഈസ് ടാൻ ആൽഫ? ടാൻ ആൽഫ വിൽ ബി ഈക്വൽ ടു 24 by 24 ഈക്വൽ ടു 1. ടാനിന്റെ വാല്യൂ എപ്പോഴാണ് 1 വരാ, 45 ഡിഗ്രിയിൽ. കഴിഞ്ഞ പരിപാടി. സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ ചെയ്ത ഐഡിയ ഒക്കെ മനസ്സിലായില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, സോൾവ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമുക്ക് പറയേണ്ടതാണ് പ്രൊജക്ടൈലിലെ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്നുള്ളത് എന്താണ്? ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഇവിടുന്ന് ഒരു ബോഡീനെ പ്രൊജക്ട് ചെയ്തു ഫ്രം ദിസ് പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ. ഓക്കെ, ആ പോയിന്റ് ഓഫ് പ്രൊജക്ഷനെ തൽക്കാലം നിങ്ങൾ എന്തെടുക്കുക, ഓന്നെടുക്കുക. ആഫ്റ്റർ ഫോളോയിങ് ആ പരാബോളിക് പാത്ത് അത് എന്ത് ചെയ്തു, ഗ്രൗണ്ടിലെ എന്ത് ചെയ്തു, തിരിച്ചെത്തി. ശരിയല്ലേ? ദ ടൈം ടേക്കൺ ഫോർ ദിസ് എൻറ്റയർ മോഷൻ, ഈ മൊത്തം മോഷൻ എടുക്കുന്ന സമയത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഈ ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് പഠിച്ചു വെക്കണം കേട്ടാ. എന്താണ്, ടി ഈസ് ഈക്വൽ ടു എന്താണ്, ശ്രദ്ധിക്കൂ, ടി ഈസ് ഈക്വൽ ടു
2u sin theta by g. ഏത് ഇക്വേഷൻ? 2u sin theta by g. അതിൽ u sin theta എന്ന് പറയുന്നത് എന്താണ്? ഇനീഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി ആണ് നമ്മൾ പഠിച്ചു. അപ്പൊ ഇതിനെ വേണമെങ്കിൽ 2uy by g എന്ന് എഴുതാം. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ഈ പ്രൊജക്ടൈൽ മോഷൻ പഠിക്കുന്ന സമയത്ത് എയർ റെസിസ്റ്റൻസോ ബാക്കിയുള്ള ഡെസിപ്പേറ്റീവ് ഫോഴ്സുകളുടെ ഇഫക്റ്റുകളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ടൈം ഓഫ് അസെന്റ് എന്ന് പറഞ്ഞാലും ടൈം ഓഫ് ഡിസെന്റ് എന്ന് പറഞ്ഞാലും ഈക്വൽ ആയിരിക്കും. അതായത് മേലേക്ക് ഉയരാനെടുത്ത സമയവും താഴേക്ക് വീഴാനെടുത്ത സമയവും രണ്ടും സെയിം ആയിരിക്കും. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? u sin theta by g ആയിരിക്കും. ക്ലിയർ അല്ലേ? ഐഡിയ പറഞ്ഞ് മനസ്സിലായില്ലേ? ടൈം ഓഫ് അസെന്റ് വിൽ ബി ഈക്വൽ ടു ടൈം ഓഫ് ഡിസെന്റ്. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ടൈം ഓഫ് ഫ്ലൈറ്റ് കിട്ടുക. അപ്പൊ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം ഓഫ് അസെന്റ് പ്ലസ് ടൈം ഓഫ് ഡിസെന്റ്. അങ്ങനെയാണ് ടൈം ഓഫ് ഡിസെന്റ് ടൈം ഓഫ് ഫ്ലൈറ്റ് നമുക്ക് എന്ത് കിട്ടുന്നത്? 2u sin theta by g. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള ഐഡിയ ആണ് മാക്സിമം ഹൈറ്റ്. മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മാക്സിമം വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് അറ്റൈൻഡ് ബൈ ദ പ്രൊജക്ടൈൽ ഡ്യൂറിങ് ഇറ്റ്സ് above the point of projection. ശരിയല്ലേ? അതായത് പോയിന്റ് ഓഫ് പ്രൊജക്ഷനിൽ നിന്നും മാക്സിമം എത്ര വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കി, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് എന്ന് പറയുന്നത്. ഇതാ ഇതിൽ ഫിഗറിൽ കൃത്യമായി മാക്സിമം ഹൈറ്റ് എന്താണെന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ ലെറ്റർ h ആണ്. അതിന്റെ ഇക്വേഷൻ എന്താണ് മക്കളെ? u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g. ഇനി u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ശ്രദ്ധിക്കാട്ടാ. അതിൽ u സൈൻ തീറ്റ എന്ന് പറയുന്നതിനല്ലേ നമ്മൾ ui എന്ന് പഠിച്ചത്. അപ്പൊ ഇതിനെ നമുക്ക് എന്തെന്ന് എഴുതാം? u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റനെ നമുക്ക് uy സ്ക്വയർ ബൈ 2g എന്ന് എഴുതാം. അതാണ് ഈ കാണുന്ന റിലേഷൻ. എല്ലാവർക്കും മനസ്സിലായില്ലേ? യെസ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് ഹൊറിസോണ്ടൽ റേഞ്ച്. അപ്പൊ ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ എന്താണ് ഈ ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഫിഗറിൽ കൃത്യമായി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് റേഞ്ച് R എന്ന് പറയുന്നത്. അതായത് ടൈം ഓഫ് ഫ്ലൈറ്റിൽ ഈ പ്രൊജക്ടൈലിൽ ഉണ്ടായ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റേഞ്ച് എന്ന് പറയുന്നത്. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞൊരു സമയമാണ് അല്ലേ? പ്രൊജക്ടൈൽ ഗ്രൗണ്ടിലേക്ക് തിരിച്ചു വരാൻ എടുത്ത സമയം, ശരിയല്ലേ? അല്ലെങ്കിൽ പ്രൊജക്ടൈൽ എയറിൽ നിൽക്കുന്ന സമയം. ആ സമയത്തിനുള്ളിൽ ബോഡിക്ക് ഉണ്ടായ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ്, അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്? റേഞ്ച് എന്ന് പറയുന്നത്. അത് മനസ്സിലായോ? ഓക്കെ, ക്ലിയർ അല്ലേ? എല്ലാ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റുകളും റേഞ്ച് ആണ്. അപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു t ഈക്വൽ ടു t സെക്കൻഡ്സ്. ആ t ഈക്വൽ ടു t സെക്കൻഡില് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ബോഡിക്ക് എന്തുണ്ട്? ഒരു ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ ആ t സെക്കൻഡിൽ ബോഡിക്ക് എന്തുണ്ട്? ഒരു വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. ഈ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റിനെ നിങ്ങൾ എന്തെന്ന് വിളിക്കും? റേഞ്ച് എന്ന് വിളിക്കും? ഇല്ല, ദാറ്റ്സ് ഓൺലി ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ്. അത് റേഞ്ച് ആവണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഈ ടൈം എന്ന് പറയുന്നത് ടൈം ഓഫ് ഫ്ലൈറ്റ് ആവണം. അപ്പൊ ടൈം ഓഫ് ഫ്ലൈറ്റ് സമയം അവൈലബിൾ ആവുമ്പോൾ ബോഡിക്ക് ഉണ്ടായ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്? റേഞ്ച് എന്ന് പറയുന്നത്. അതിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ പറയുന്നത് R is equal to u square sin 2 theta by g. ഇതിനെ വേണമെങ്കിൽ ഒന്നിങ്ങനെ മാറ്റി എഴുതാം ട്ടാ. u square sin 2 തീറ്റനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതി പഠിക്കാം. 2 sin theta cos theta by g. ഇങ്ങനെ എഴുതി പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ sin 2 തീറ്റ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമെന്നുള്ള കാര്യങ്ങളൊക്കെ വെരി സിമ്പിൾ. ഇനി ഇവിടെ നമ്മൾ പഠിക്കാനുള്ള ഒരു ബേസിക് ഐഡിയ ആണ് മാക്സിമം റേഞ്ച് എന്ന് പറയുന്ന ഐഡിയ. മാക്സിമം റേഞ്ച് എന്ന് പറയുന്ന ഐഡിയ. സോ വാട്ട് ഈസ് ഐഡിയ ഓഫ് മാക്സിമം റേഞ്ച്? മാക്സിമം റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, യു ആർ പ്രൊജക്ടിങ് ദ ബോഡി. ഓക്കെ, അത് മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് കവർ ചെയ്യണം. അങ്ങനെ ആവണമെങ്കിൽ എന്താ കണ്ടീഷൻ? റേഞ്ചിന്റെ ഇക്വേഷൻ എന്താ? R is equal to u square sin 2 theta by g. അപ്പൊ ഇതിന്റെ മാക്സിമം വാല്യൂ, റേഞ്ചിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? u സ്ക്വയർ ബൈ g ആണ്. ഇത് വരണമെങ്കിൽ sin 2 തീറ്റന്റെ വാല്യൂ എന്താവണം? 1 ആവണം. ഇതാണ് മാക്സിമം റേഞ്ചിന്റെ വാല്യൂ ട്ടാ. അപ്പൊ sin 2 തീറ്റ 1 ആവണമെങ്കിൽ 2 തീറ്റ എന്താവണം? 90 ഡിഗ്രി ആവണം. sin 90 അല്ലേ 1 ആവുള്ളൂ. അപ്പൊ തീറ്റ എത്രയായിരിക്കണം? 45 ഡിഗ്രി. അതായത് ഒരു പ്രൊജക്ടൈല് മാക്സിമം റേഞ്ച് കവർ ചെയ്യണമെങ്കിൽ അതിനെ എങ്ങനെ നിങ്ങൾ പ്രൊജക്ട് ചെയ്യണം? തോന്നിയ ആംഗിൾ പ്രൊജക്ട് ചെയ്താലൊന്നും മാക്സിമം റേഞ്ച് കിട്ടില്ല. 45 ഡിഗ്രിയിൽ പ്രൊജക്ട് ചെയ്യണം. അതാണ് ഈ ജാവലിൻ ത്രോ ഒക്കെ എറിയുന്ന ആൾക്കാർ കൃത്യം 45 ഡിഗ്രി പിടിച്ചിട്ട് പ്രൊജക്ട് ചെയ്യുന്നതിനുള്ള കാരണം. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഭാഗം പറയാം. റിലേഷൻ ബിറ്റ്വീൻ h ആൻഡ് r. റേഞ്ചും ഇതും തമ്മിലുള്ള ഇക്വേഷൻ പഠിച്ചാൽ മതി. 4h is equal to r tan theta. ഇൻ ടേംസ് ഓഫ് മാക്സിമം റേഞ്ച് ആണെങ്കിൽ അതെന്തായിരിക്കും? 4h is equal to r maximum. ക്ലിയർ അല്ലേ? യെസ്.
അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്യാം. എന്താ പറയണേ? എ ബുള്ളറ്റ് ഈസ് ഫയർഡ് ഫ്രം എ ഗൺ അറ്റ് എ സ്പീഡ് ഓഫ് 280 മീറ്റർ പെർ സെക്കൻഡ് ഇൻ എ ഡയറക്ഷൻ 30 ഡിഗ്രി എബവ് ദ ഹൊറിസോണ്ടൽ. ദ മാക്സിമം ഹൈറ്റ്. ഇറ്റ്സ് എ സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് ചോദ്യമാണ്. h is equal to എന്താണ്? മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ബേസിക് ഇക്വേഷൻ ആണ്. അപ്പൊ മാക്സിമം ഹൈറ്റ് എന്താ? u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g is equal to u സ്ക്വയർ എത്രയാ? 280 into 280. ദെൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രിയാണ് മക്കളെ ആംഗിൾ. അപ്പൊ സൈൻ തീറ്റ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1/2. ശരിയല്ല? അപ്പൊ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? 1/2 into 1/2. സൈൻ തീറ്റ എന്ന് എഴുതണ്ട, ആംഗിൾ കിട്ടിയില്ലേ? അപ്പൊ സൈൻ 30 ഓക്കെ ഡിവൈഡഡ് ബൈ 2 into g 10 എന്ന് എടുക്കരുത്, 9.8 എന്ന് എടുക്കാം. ക്വസ്റ്റ്യനിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇത് കട്ടാകുമ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ 140. ഒന്നും കൂടെ കട്ടാകുമ്പോൾ ഇവിടെ എന്ത് വരും? 140. ഇത് കട്ടാകുമ്പോൾ എന്ത് വരും? 70. അപ്പൊ ആൻസർ എന്താ വരാ? 70 into 140 ഡിവൈഡഡ് ബൈ 9.8 അല്ലേ വാല്യൂ? യെസ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെന്ന് പറഞ്ഞ് കിട്ടും? ഒക്കെ കട്ടായി പോവും. ആൻസർ എന്തെന്ന് പറഞ്ഞ് കിട്ടും? 100 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. ഇറ്റ്സ് വെരി സിമ്പിൾ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആശയമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയണേ? An object is projected with kinetic energy K. ശ്രദ്ധിക്കാട്ടാ, ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ പ്രൊജക്ട് ചെയ്തിരിക്കുന്ന കൈനറ്റിക് എനർജി എത്രയാണ്? K ആണ്. ഫ്രം പോയിന്റ് A at an angle 60 degree with the horizontal. The ratio of the difference in kinetic energy at B and C to that at point A. അപ്പോൾ ബിയിലും സിയിലും കൈനറ്റിക് എനർജിന്റെ ഡിഫറൻസിന്റെ എയിലെ കൈനറ്റിക് എനർജിന്റെയും റേഷ്യോ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ എയിൽ നിന്നല്ലേ പ്രൊജക്ട് ചെയ്തത്. സപ്പോസ് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, ഇറ്റ്സ് വെരി സിമ്പിൾ. നമ്മൾ പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് ഇനീഷ്യലി യു വെലോസിറ്റിയിലാണ് വിചാരിക്കും. അപ്പോൾ കൈനറ്റിക് എനർജി അറ്റ് എ എന്ന് പറയുന്നത് എന്താണ്? യു വെലോസിറ്റിയിലാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് സിംപിളി ഹാഫ് എം യു സ്ക്വയർ. ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇതിനെയാണ് ക്വസ്റ്റ്യനിൽ എന്തായിട്ട് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്? കെ ആയിട്ട് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി ബിയിൽ എത്തിച്ചേരുമ്പോൾ എന്ത് സംഭവിക്കും? ബിയിൽ എത്തിച്ചേരുമ്പോൾ നിങ്ങൾക്ക് നല്ല പോലെ അറിയാം, വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ബിക്കം 0. വി ഹാവ് ഓൺലി ഹൊറിസോണ്ടൽ കമ്പോണന്റ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? യു കോസ് തീറ്റയാണ്. ശരിയല്ലേ? അപ്പോ ഇവിടത്തെ കൈനറ്റിക് എനർജി, ബിയിലെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താണ്? കെ ബി. ബിയിലെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് എം ഇൻറ്റു, അവിടെ നമ്മൾ നിന്ന് എഴുതേണ്ടി വരും, യു എന്നുള്ളത് മാറ്റി എന്തായിരിക്കും? യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്നാവും. അപ്പൊ ഇതിനെ ഞാൻ ഇങ്ങനെ എഴുതാണ്, ഹാഫ് എം യു സ്ക്വയർ ഇൻറ്റു വാട്ട് ഈസ് കോസ് സ്ക്വയർ തീറ്റ? ഇവിടെ തീറ്റ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. തീറ്റ എത്രയാണ്? 60 ഡിഗ്രി ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കോസ് 60 എത്രയാണ്? 1/2. ഇവിടെ കോസ് സ്ക്വയർ 60 ആണ്, 1/4. ഇനി ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. കെ ബി ഇസ് ഈക്വൽ ടു എന്താ കിട്ടാ? ഈ സാധനത്തിനെയാണ് നമ്മൾ കെ എന്ന് പഠിച്ചത് അല്ലേ? അപ്പൊ ഇവിടെ എന്തായിരിക്കും? ദിസ് ഇസ് നത്തിങ് ബട്ട് k/4. ഇതല്ലേ കെ എന്ന് പഠിച്ച സാധനം. ദിസ് ഇസ് നത്തിങ് ബട്ട് കെ. ഇതാണ് കെ. അപ്പൊ ഇതെന്താ? k/4 ആണ്. അപ്പൊ കെ ബിന്റെ വാല്യൂ എനിക്ക് കിട്ടി. ഓക്കെ, ഇനി ഒരു സാധനം കൂടെ ഞാൻ പഠിക്കണമല്ലോ. അതായത് ദ കൈനറ്റിക് എനർജി അറ്റ് സി. ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, വെൻ ദ പ്രൊജക്ടൈൽ റിട്ടേൺസ് ദ ഗ്രൗണ്ട്. പ്രൊജക്ടൈൽ ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരുമ്പോൾ എന്ത് സംഭവിക്കും? അത് ഇനീഷ്യലി എത്ര വെലോസിറ്റിയിലാണോ പ്രൊജക്ട് ചെയ്ത്, ആ വെലോസിറ്റി മുഴുവൻ അത് എന്ത് ചെയ്യും? റിക്കവർ ചെയ്തെടുക്കും. അപ്പൊ ഗ്രൗണ്ടിൽ എത്തിച്ചേരുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? യു വെലോസിറ്റിയിൽ തന്നെയാണ്. അപ്പോൾ ഗ്രൗണ്ടിൽ എത്തിച്ചേരുമ്പോൾ, അതായത് സിയിലെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഹാഫ് എം യു സ്ക്വയർ തന്നെയാണ്. വാല്യൂ അതിന്റെ എത്ര തന്നെയാണ്? കെ തന്നെയാണ് വരിക. അതായത് അതിന്റെ മൊത്തം ഇവിടെ നിന്ന് എത്ര വെലോസിറ്റിയിലാണോ പ്രൊജക്ട് ചെയ്ത്, ആ വെലോസിറ്റി മൊത്തം അത് എന്ത് ചെയ്യും? റിക്കവർ ചെയ്തെടുക്കും. ഇവിടുത്തെ കൈനറ്റിക് എനർജി എന്ത് തന്നെയാണ്? ഹാഫ് എം യു സ്ക്വയർ. ഡയറക്ഷൻ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ എനർജി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? എന്താ ചോദ്യം? ദ റേഷ്യോ ഓഫ് കെ സി മൈനസ് കെ ബി ഡിവൈഡഡ് ബൈ കെ. ഇതാണ് ചോദ്യം. ഇവരെ ഡിഫറൻസ്, കെ ബിന്റെയും സിന്റെയും ഡിഫറൻസും കെ എന്റെ എന്താണ്, ഇവരെ തമ്മിലുള്ള റേഷ്യോ എടുക്കാനാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കെ സിന്റെ വാല്യൂ എത്രയാ? കെ ബിന്റെ വാല്യൂ എത്രയാ? k/4 ഡിവൈഡഡ് ബൈ കെ. ഇപ്പൊ എത്രയാ വരാ? ഇത് എത്രയാ വരാ?
3k/4 ഡിവൈഡഡ് ബൈ കെ. കെയും കെയും കട്ടായി പോയി. ആൻസർ എന്തെന്ന് പറഞ്ഞു കിട്ടി? 3/4 എന്ന് പറഞ്ഞു കിട്ടി. ക്വസ്റ്റ്യൻ കഴിഞ്ഞു. വെരി സിമ്പിൾ. ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം എന്താ പറയണേ? എ പ്രൊജക്ടൈൽ ഈസ് ത്രോൺ. പടം വരയ്ക്കേണ്ടി വരും കേട്ടോ, അല്ലാതെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. ഇനീഷ്യലി ഞാൻ ഒരു പടം വെറുതെ വരച്ചിട്ടുണ്ടാണ്, നമുക്ക് എന്നിട്ട് പറയാം. ഇനീഷ്യലി എ പ്രൊജക്ടൈൽ ഈസ് ത്രോൺ അപ്വേർഡ് അറ്റ് ആൻ ആംഗിൾ 60 ഡിഗ്രി വിത്ത് ദ ഹൊറിസോണ്ടൽ. അപ്പോൾ ഒരു പ്രൊജക്ടൈലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്നും പ്രൊജക്ട് ചെയ്യുന്നു. ശ്രദ്ധിക്കുക കേട്ടോ, പ്രൊജക്ടൈലിനെ നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? പ്രൊജക്ട് ചെയ്യുന്നു. മേക്കിംഗ് ആൻ ആംഗിൾ 60 ഡിഗ്രി. പ്രൊജക്ട് ചെയ്ത വെലോസിറ്റി എനിക്ക് അറിയില്ല. ഓക്കെ, അവിടെ the speed of the projectile is 20 meter per second when its direction of motion is 45 degree with the horizontal. Okay, the initial speed of the projectile is. അപ്പോൾ ഞാൻ പറയുന്ന ആശയം ശ്രദ്ധിക്കുക. ഈ പ്രൊജക്ടൈൽ ഇങ്ങനെ മൂവ് ചെയ്യാണല്ലോ. അപ്പോൾ ഇനീഷ്യലി എറിഞ്ഞപ്പോഴാണ് 60 ഡിഗ്രി. ഇത് മേലേക്ക് പോകുന്തോറും ഈ ആംഗിൾ കുറഞ്ഞ് 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 വന്ന് ഇവിടെ എത്തുമ്പോൾ ആംഗിൾ എത്രയായിട്ട് മാറും? 0 ഡിഗ്രി ആവും. അപ്പോൾ സംവേർ ബിറ്റ്വീൻ ദീസ് ടു പോയിന്റ്, ഹയസ്റ്റ് പോയിന്റിന് അല്ലേ, ഇത് ഹൊറിസോണ്ടൽ ഹയസ്റ്റ് പോയിന്റിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കും? ഹയസ്റ്റ് പോയിന്റിൽ എത്തുമ്പോൾ ഹൊറിസോണ്ടൽ വെലോസിറ്റി മാത്രമാവും, വെർട്ടിക്കൽ വെലോസിറ്റി ഉണ്ടാവില്ല. അത് മനസ്സിലായി? അപ്പൊ 0 ഡിഗ്രിയാണ് വരാൻ. യെസ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ, സംവേർ ബിറ്റ്വീൻ ദീസ് ടു പോയിന്റ്, ഈ രണ്ട് പോയിന്റുകൾക്ക് ഇടയിൽ എവിടെയോ ആണ് ഈ നമ്മൾ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ്. അപ്പൊ അവിടെ എന്താ പറയണേ? ഈ പെർട്ടിക്കുലർ പോയിന്റിൽ എത്തിയപ്പോൾ കുറച്ചും ഇങ്ങോട്ട് താത്താണ്ട, അല്ലെങ്കിൽ എലിവേഷൻ കിട്ടില്ല. ഈ പെർട്ടിക്കുലർ പോയിന്റിൽ എത്തിച്ചേർന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്നാ പറയണേ? ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എത്തിച്ചേർന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്നാ പറയണേ? വെലോസിറ്റി v ആയി. വിന്റെ വാല്യൂ ഒക്കെ അവർ തന്നിട്ടുണ്ട്. പോരാത്തതിന് അത് ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളും തന്നിട്ടുണ്ട്. എത്രയാണ്? 45 ഡിഗ്രി ആയി എന്നാണ് പറയുന്നത്. ക്ലിയർ? ഇനി ഈ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യും? നമ്മുടെ അടുത്ത് ഈ v തന്നിട്ടുണ്ട്, അവർ എത്രയാണ്? ദിസ് v, ഈ v അവർ തന്നിട്ടുണ്ട് എത്രയാണ്? ഈ വിന്റെ വാല്യൂ അവർ തന്നിട്ടുണ്ട് എത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡ്. u എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. പറഞ്ഞ മനസ്സിലായോ? u എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് എങ്ങനെ കണ്ടുപിടിക്കുക? വെരി സിമ്പിൾ. ഇതിന്റെ ഇനീഷ്യൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി എത്ര? ux. ux is equal to u cos 60 അല്ലേ? that will be equal to u into cos 60 ന്റെ വാല്യൂ എത്രയാ? 1/2. ഇനി 45 ആംഗിളിൽ എത്തുമ്പോൾ ശ്രദ്ധിക്കാട്ടാ, 45 ഡിഗ്രി ആംഗിളിൽ എത്തുമ്പോൾ അതിന്റെ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? അപ്പുറത്തെ ഹൊറിസോണ്ടൽ വെലോസിറ്റി എത്രയാ? vx. അപ്പുറത്തെ ഹൊറിസോണ്ടൽ വെലോസിറ്റി എത്രയാ? vx. ശരിയല്ലേ? ആ vx ന്റെ വാല്യൂ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി v cos 45. അപ്പൊ എത്രയായിരിക്കും? 20 into cos 45 എത്രയാ? √2. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഐഡിയ ഇത്രേ ഉള്ളൂ. ഈ vx എന്ന് പറയുന്നതും ux എന്ന് പറയുന്നതും vx എന്ന് പറയുന്നത് രണ്ടും എന്താണ്? ഈക്വൽ ആവണം. കാരണം എന്താ? ഹൊറിസോണ്ടൽ വെലോസിറ്റി മാറാൻ പാടില്ല. ഐഡിയ എത്തിയോ? അപ്പൊ ഹൊറിസോണ്ടൽ വെലോസിറ്റി ux എത്രയാ? u into 1/2. vx എത്രയാ? 20 into 1/√2. അപ്പൊ u കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ആ 2നെ പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോയാൽ പോരെ? അപ്പൊ 20 into 2 divided by √2. അപ്പൊ ഇത് കട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ 2നെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? √2 വരില്ലേ? അപ്പൊ ആൻസർ എത്ര കിട്ടും? 20√2 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കാണുമ്പോൾ പകക്കേണ്ട ഒരു കാര്യമില്ല. ഹൊറിസോണ്ടൽ വെലോസിറ്റി മാറുന്നില്ല. ഈ രണ്ട് കേസിലും ഹൊറിസോണ്ടൽ വെലോസിറ്റികൾ കണ്ടുപിടിച്ചിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. ഐഡിയ പറഞ്ഞത് മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയണേ? എ ബോയ് ത്രോസ് എ ബോൾ ഇൻ ടു എയർ. ഒരു ബോയ് എന്ത് ചെയ്യുന്നു? ഒരു ബോള് എയറിലേക്ക് എറിഞ്ഞു. എത്ര ഡിഗ്രിയിൽ? 45 ഡിഗ്രി. അപ്പൊ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ കിട്ടിയേ ഫ്രം ദ ഹൊറിസോണ്ടൽ ടു ലാൻഡ് ഇറ്റ്സ് ഓൺ ദ റൂഫ് ഓഫ് എ ബിൽഡിംഗ് ഓഫ് ഹൈറ്റ് h ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങിന്റെ മേലേക്കാണ് ഈ ബോൾ എടുത്തെറിഞ്ഞത്. ആ ബിൽഡിങ്ങിന്റെ ടോപ്പിൽ പോയി ആ ബോൾ വീഴണം. ഐഡിയ മനസ്സിലായല്ലോ? ഓക്കെ. ദെൻ ഇഫ് ദ ബോൾ അറ്റൈൻസ് maximum height in 2 seconds, then lands on the building in 3 seconds after the launch, then the value of h is. അപ്പോൾ ഇതിന്റെ ഐഡിയ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഇറ്റ്സ് വെരി സിമ്പിൾ. ഞാൻ പടം വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പിടികിട്ടും. കുറച്ച് ഷെയ്ഡൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. ബിൽഡിംഗ് അല്ലേ? യെസ്. അതായത് ബോയ് ഒരു ബോൾ എടുത്തെറിഞ്ഞു. എത്ര?
ബോയ് ഒരു ബോൾ എടുത്ത് മേലേക്ക് എറിഞ്ഞു. എത്ര ആംഗിളിലാണ് എറിഞ്ഞത്? 45 ഡിഗ്രിയിലാണ് എറിഞ്ഞത്. ശരിയല്ലേ? 45 ഡിഗ്രി. ഇനീഷ്യൽ വെലോസിറ്റി ഒന്നും തന്നിട്ടില്ല. ഓക്കെ, ഈ ബോള് ഹയസ്റ്റ് പോയിന്റിൽ എത്തിച്ചേർന്നത് എപ്പോഴാണ്? ശ്രദ്ധിക്കുക കേട്ടോ. ഇനി പറയുന്നത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഈ ബോള് ഹയസ്റ്റ് പോയിന്റിൽ എത്തിയത് എപ്പോഴാ? t ഈക്വൽ ടു 2 സെക്കൻഡ്. ഇനി ഈ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. എത്രയാണ് ബിൽഡിങ്ങിന്റെ ഹൈറ്റ്? h. ഇനി ബോയ് എറിഞ്ഞ ബോള് ബിൽഡിങ്ങിന്റെ ടോപ്പിൽ എത്തിയത് എത്ര? 3 ഈക്വൽ ടു 3 സെക്കൻഡ്. ശരിയല്ലേ? അപ്പൊ t ഈക്വൽ ടു 2 സെക്കൻഡിൽ ഹയസ്റ്റ് പോയിന്റിൽ എത്തി എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ പകുതി അല്ലേ മക്കളെ ഈ 2 സെക്കൻഡ് എന്ന് പറയുന്നത്? ഐഡിയ കത്തിയോ? ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ t ഈക്വൽ ടു 2 സെക്കൻഡിൽ ഹയസ്റ്റ് പോയിന്റിൽ എത്തി എന്ന് പറഞ്ഞാൽ അതെന്താ? ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ പകുതി അല്ലേ? അപ്പൊ ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ പകുതി എന്ന് പറഞ്ഞാൽ u sin theta by g. ഇതിന്റെ വാല്യൂ ആണ് അവർ എന്ത് തന്നിരിക്കുന്നത്? 2 എന്ന് പറയുന്നത്. അപ്പൊ u sin theta എന്തായിരിക്കും? 2 into g. അപ്പൊ u sin theta വാല്യൂ എനിക്ക് എന്തെന്ന് പറഞ്ഞ് കിട്ടി? 20 എന്ന് പറഞ്ഞ് കിട്ടി. കത്തിയോ ഞാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ u sin theta വാല്യൂ കിട്ടി. ഇനി t ഈക്വൽ ടു 3 സെക്കൻഡിലല്ലേ ബിൽഡിങ്ങിന്റെ ടോപ്പിൽ? അപ്പോ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ചോദിച്ചാ t ഈക്വൽ ടു 3 സെക്കൻഡിലെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്നല്ലേ ചോദ്യം? ഐഡിയ മനസ്സിലായോ? t ഈക്വൽ ടു 3 സെക്കൻഡില് ബിൽഡിങ്ങിന്റെ ടോപ്പിൽ എത്തി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് t ഈക്വൽ ടു 3 സെക്കൻഡിൽ ബിൽഡിങ്ങിന്റെ ടോപ്പിൽ എത്തി. അപ്പോൾ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഈ h ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് പ്രൊജക്ടൈലിന്റെ എന്താണ്? വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യും? y is equal to വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് കാണാനുള്ള ഇക്വേഷൻ y equal to u sin theta t minus half gt square. y എന്ന് പറയുന്നല്ലേ നമ്മുടെ അവിടുത്തെ h. ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താ? മൂന്നാമത്തെ സെക്കൻഡിലെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. കത്തിയാ? u sin theta വാല്യൂ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചു 20. t ന്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കണം? 3 മൈനസ് ഹാഫ് ഇൻറ്റു g എത്രയാ? 10 ഇൻറ്റു 3 സ്ക്വയർ 5 പ്രാവശ്യം. ഇത് എത്രയാ? 60 മൈനസ് 5 ഇൻറ്റു 9 അല്ലേ? 5 ഇൻറ്റു 9 45. അപ്പൊ എത്രയാ? 15 മീറ്റർ. ഗോട്ട് ഇറ്റ്? ഇതെല്ലാവർക്കും മനസ്സിലായില്ലേ? നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഐഡിയ ശ്രദ്ധിക്കാട്ടാ. എന്താണ് ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ മോഷൻ? അപ്പൊ ഇത്ര നേരം നമ്മൾ ഒബ്ലീക്ക് പ്രൊജക്ഷനിലാണ്. അപ്പൊ ഈ ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടവറിന്റെ മേലെയോ ഒരു കുന്നും പുറത്തൊക്കെ കയറിയിട്ട് നമ്മൾ എങ്ങനെയാണ് പ്രൊജക്ടൈലിനെ എറിയുന്നത്? ഇങ്ങനെ എറിയുക, ഹൊറിസോണ്ടലി. ദാറ്റ് മീൻസ് യു ആർ ഇമ്പാർട്ടിങ് എ വെലോസിറ്റി ഓൺലി ഇൻ. ഈ പേന ഞാൻ എറിയാൻ പോടില്ല, എന്നാലും പേന ഇങ്ങനെ എറിയുന്ന ഐഡിയ. ഇങ്ങനെ എറിഞ്ഞ ഒബ്ലീക്കായി ഇങ്ങനെ നേരെ എറിയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് യു ആർ ഇമ്പാർട്ടിങ് വെലോസിറ്റി. നിങ്ങൾ ബോഡിയിലേക്ക് വെലോസിറ്റി കൊടുക്കുന്നുണ്ട്. ഏത് ഡയറക്ഷനിൽ മാത്രം? ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മാത്രം. ഇനീഷ്യലി വെർട്ടിക്കൽ ഡയറക്ഷനിൽ കൊടുത്ത വെലോസിറ്റി എന്താണ്? 0. പറഞ്ഞത് മനസ്സിലായോ? ഇനി ഈ പാത്ത്, ഈ ബോഡി ഒരു പരാബോളിക് പാത്ത് ഫോളോ ചെയ്ത് എന്ത് ചെയ്യും? ഗ്രൗണ്ടിൽ വന്ന് വീഴും. ക്ലിയർ അല്ലേ? ഇതാണ് ബോഡിക്ക് ഉണ്ടായ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ്. ഇതാണ് ബോഡിക്ക് ഉണ്ടായ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഓർ റേഞ്ച്. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. നേരത്തെ പോലെ തന്നെ എക്സ് ഡയറക്ഷനിലെ മോഷനും വൈ ഡയറക്ഷനിലെ മോഷനും രണ്ടായിട്ട് ഇത്തരത്തിലുള്ള മോഷനെ നമുക്ക് എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്യാം. അപ്പൊ എക്സ് ഡയറക്ഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എക്സ് ഡയറക്ഷനിൽ ഇനീഷ്യലി വെലോസിറ്റി ഉണ്ട്. ശ്രദ്ധിക്കാട്ടാ. എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റി എത്രയാ? u. ദെൻ എക്സ് ഡയറക്ഷനിലെ ആക്സലറേഷൻ എത്രയാ മക്കളെ? എക്സ് ഡയറക്ഷനിൽ ഏതെങ്കിലും ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. വൈ ഡയറക്ഷനിൽ മാത്രമേ ഫോഴ്സ് ഉള്ളൂ. അപ്പൊ എക്സ് ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ പറഞ്ഞാൽ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യുക? x is equal to u into t. This is equation number 1. Now you take y direction. y ഡയറക്ഷൻ നിങ്ങൾ എടുത്താൽ y ഡയറക്ഷനിൽ ഞാൻ ഇനീഷ്യലി എന്തെങ്കിലും വെലോസിറ്റി ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. uy is 0. ബട്ട് y ഡയറക്ഷനിൽ ബോഡിക്ക് എന്തുണ്ട്? ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നുണ്ട്. സോ ദർ വിൽ ബി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മൈനസ്. അപ്പൊ y ഡയറക്ഷനിലെ മോഷൻ എന്ത് മോഷൻ ആണ്? യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ ആണ്. അപ്പൊ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? ut പ്ലസ് ഹാഫ് at സ്ക്വയർ എടുക്കാം. y ഡയറക്ഷൻ എന്ന് കാണിക്കാൻ വേണ്ടി സബ്സ്ക്രിപ്റ്റ് ആയിട്ട് ഞാൻ എന്ത് ഇടുന്നു? uy ഇടുന്നു. അപ്പൊ y is equal to, ഇത് 0 അല്ലേ? കാരണം uy 0 ആണ്. മൈനസ് ഹാഫ് gt സ്ക്വയർ. അപ്പൊ y ഡയറക്ഷനിൽ ഇക്വേഷൻ നിങ്ങൾക്ക് എന്തെന്ന് കിട്ടി? മൈനസ് ഹാഫ് gt സ്ക്വയർ കിട്ടി.
ഇപ്പൊ എക്സ് ഡയറക്ഷനിൽ ഇക്വേഷൻ കിട്ടി, വൈ ഡയറക്ഷനിൽ ഇക്വേഷൻ കിട്ടി. ഇനി എക്സ് ഡയറക്ഷനിൽ നിന്നും നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കും? ടി കിട്ടുമല്ലോ. ടി ഈസ് നത്തിങ് ബട്ട് എക്സ് ബൈ യു. അതുകൊണ്ട് ഇതിൽ ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ട്രജക്ടറിന്റെ ഇക്വേഷൻ കിട്ടും. ഐഡിയ പറഞ്ഞ് മനസ്സിലായോ? സോ ദിസ് ഇസ് ദ ബേസിക് ഐഡിയ ഓഫ് ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ മോഷൻ. അതിൽ ഇവിടെ നിന്ന് പ്രൊജക്ട് ചെയ്തു, ഇവിടെ വന്ന് വീണു. ഈ റേഞ്ചിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്. ഇതാണ് എന്തെന്ന് പറയുന്നത്, ഈ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് റേഞ്ച് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇത് ഓരോ ഇൻസ്റ്റന്റിലും കാണാനുള്ള ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതെപ്പോഴാ റേഞ്ചിനോട് ഈക്വൽ ആവാ? ദ ടൈം അവൈലബിൾ. അതായത് ഇവിടെ ടി ഈക്വൽ ടു 0 സെക്കൻഡിൽ നിറഞ്ഞു, ടി ഈക്വൽ ടു ടി സെക്കൻഡ് ആവുമ്പോഴാണ് ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്തായിട്ട് മാറുന്നത്? റേഞ്ച് ആയി മാറുന്നത്. അല്ലാത്ത ഒരൊറ്റ കേസിലും മാറില്ല കേട്ടാ. ടി ഈക്വൽ ടു, അതായത് ടി ഈക്വൽ ടു ടി സെക്കൻഡ്, ഇപ്പൊ മാത്രമേ എന്താവുള്ളൂ? എക്സ് എന്താവുള്ളൂ? ആറാവുള്ളൂ. ബാക്കി എല്ലാ കേസിലും എന്താണ്? ഇപ്പൊ ബോഡി ഇവിടെയാണ്. സി ശ്രദ്ധിക്കൂ, ബോഡി ഇവിടെയാണ്. This is the horizontal displacement and this is the vertical displacement. Clear? അപ്പൊ അങ്ങനെയാണ് ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ മോഷൻ നിങ്ങൾ പഠിക്കേണ്ടത്. അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പൊസിഷന്റെ ഇക്വേഷൻസ് എങ്ങനെ ഫോം ചെയ്യാന്ന് കാണിച്ചു തന്നു. ഇക്വേഷൻ ഓഫ് ട്രജക്ടറി എങ്ങനെ കിട്ടണമെന്ന് പറഞ്ഞു തന്നു. ഈ ടി കൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദെൻ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, റിസൾട്ടന്റ് വെലോസിറ്റി. അപ്പൊ ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ വെലോസിറ്റി എന്ത് ചെയ്യത്തില്ല? മാറത്തില്ല. കാരണം എന്താ? ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ വെലോസിറ്റി മാറില്ല. ഇനി വെർട്ടിക്കൽ ഡയറക്ഷൻ എടുത്തു കഴിഞ്ഞാൽ വെർട്ടിക്കൽ ഡയറക്ഷനിൽ വെലോസിറ്റി എന്ത് ചെയ്യും? മാറും. അതിന് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? യു വൈ പ്ലസ് എ വൈ ടി. അപ്പോൾ വി വൈ ഇസ് ഈക്വൽ ടു യു വൈ 0 ആണ്, എ വൈന്റെ വാല്യൂ മൈനസ് ആണ്, മൈനസ് ജി ആണ്, അപ്പോൾ മൈനസ് ജി ടി. അപ്പോൾ വി വൈ നിങ്ങൾക്ക് എന്തെന്ന് പറഞ്ഞു കിട്ടും? മൈനസ് ജി ടി. സോ ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ വെലോസിറ്റി അറ്റ് എ ലേറ്റർ ടൈം. അപ്പൊ ഇത് ഹൊറിസോണ്ടൽ കമ്പോണന്റ്, ഇത് വെർട്ടിക്കൽ കമ്പോണന്റ്. റിസൾട്ടന്റ് കാണാൻ പറഞ്ഞ എന്തായിരിക്കും? റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ. ഓക്കെ, ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യുക. റൂട്ട് ടു എച്ച് ബൈ ജി. എച്ച് എന്ന് പറഞ്ഞ ഹൈറ്റ് ഓഫ് ദാറ്റ് ടവർ. ദെൻ റേഞ്ചിന്റെ ഇക്വേഷൻസ് പഠിക്കുക. ഇത്രയും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. എ ഹെലികോപ്റ്റർ ഫ്ലൈയിങ് ഹൊറിസോണ്ടലി വിത്ത് എ സ്പീഡ് ഓഫ് 360 km/h at an altitude of 2 km drops an object at an instant. The object hits the ground at a point O 20 seconds after it's dropped. The displacement of O from the position of helicopter where the object is released is. ഇപ്പോൾ ഇവിടെ ഞാൻ പറയുന്ന ഐഡിയ ശ്രദ്ധിക്കാട്ടാ. ഹെലികോപ്റ്റർ ഞാൻ വരയ്ക്കുന്നില്ല. ഒരു ഹെലികോപ്റ്റർ, അതിൽ നിന്നൊരു വസ്തു, അത് ഹൊറിസോണ്ടലി ഫ്ലൈ ആയിരുന്നു. ആ ഹൊറിസോണ്ടലി ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു വസ്തുവിനെ ഡ്രോപ്പ് ചെയ്തു. ആ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഹെലികോപ്റ്ററിന്റെ ഹൈറ്റ് ഫ്രം ദ ഗ്രൗണ്ട് അത് തന്നിട്ടുണ്ട്. എത്രയാണ് ഹൈറ്റ് ഫ്രം ദ ഗ്രൗണ്ട്? തന്നിട്ടുണ്ട് 2 km. ശരിയല്ലേ? ഇനി ഡ്രോപ്പ് ചെയ്ത വസ്തുവിന് എന്ത് സംഭവിക്കും? ഡ്രോപ്പ് ചെയ്ത വസ്തുവിന് എന്ന് പറയുന്നത് എന്താ സംഭവിക്കുക? ആ ഹെലികോപ്റ്ററിന്റെ അതേ വെലോസിറ്റി ഏത് ഡയറക്ഷനിൽ കിട്ടും? ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ കിട്ടും. കാരണം ഹെലികോപ്റ്റർ ഫ്ലൈ ചെയ്യുന്നത് ഹൊറിസോണ്ടലി ആയിരുന്നു. ആ സമയത്താണ് വസ്തുവിനെ ഡ്രോപ്പ് ചെയ്തത്. അപ്പൊ ആ ഡ്രോപ്പ് ചെയ്ത വസ്തുവിന് ഹെലികോപ്റ്ററിന്റെ അതേ വെലോസിറ്റി അതേ ഡയറക്ഷനിൽ കിട്ടും. അപ്പൊ ഇവിടെ ഡ്രോപ്പ് ചെയ്ത വസ്തു ഇതാണെങ്കിൽ അതിന് എന്ത് ചെയ്യുന്നു? ഹെലികോപ്റ്ററിന്റെ അതേ വെലോസിറ്റി കിട്ടും. യു എത്രയാണ്? 360 km/h. ദാറ്റ് ഈസ് 5/18. എത്രയാണ് ആൻസർ വരിക? 2 പ്രാവശ്യമല്ലേ? 100 m/s. അപ്പൊ അതിന് കിട്ടിയത് ഒരു ഹൊറിസോണ്ടൽ വെലോസിറ്റി ആണ്. അപ്പൊ അതെന്ത് ചെയ്യും? ഒരു പരാബോളിക് പാത്ത് ഫോളോ ചെയ്തു. ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ മോഷൻ ആണ് ഉണ്ടാവുന്നത്. ഇവിടെ നിന്നാണ് ഇതിനെ പ്രൊജക്ട് ചെയ്തത്. ഇത് O എന്ന് പറയുന്ന ഒരു പോയിന്റിൽ വന്ന് വീഴും. ശരിയല്ലേ? അപ്പോ ഇതിന്റെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഏതാ? ഈ ബോളിനുണ്ടായ, ശ്രദ്ധിക്കൂ കേട്ടോ, ഈ ബോളിനുണ്ടായ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എത്രയാ? Y. അതിനി തപ്പി നടക്കേണ്ട, അതിന്റെ വാല്യൂ എത്രയാ? 2 km തന്നെയാണ്. ഇനി ബോളിനുണ്ടായ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? അത് റേഞ്ചിന് ഈക്വൽ ആണ്. അതെനിക്ക് അറിയില്ല. ഓക്കെ, ഇനി ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഈ പോയിന്റ് ഓഫ് പ്രൊജക്ഷനും ഈ വീണ സ്ഥലവും തമ്മിലുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഈ രണ്ടുപേരും തമ്മിലുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ?
ഐഡിയ പറഞ്ഞത് മനസ്സിലായില്ലേ? യെസ്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? റേഞ്ച് കണ്ടുപിടിക്കണം. അപ്പൊ റേഞ്ച് കണ്ടുപിടിക്കാൻ ആദ്യം റേഞ്ച് ഇസ് നത്തിങ് ബട്ട് ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ്. അത് കണ്ടുപിടിക്കാൻ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ടൈം ഓഫ് ഫ്ലൈറ്റ്? ടൈം ഓഫ് ഫ്ലൈറ്റ് വിൽ ബി ഈക്വൽ ടു √2h/g. നേരത്തെ പഠിപ്പിച്ചെന്നല്ലേ? ഇപ്പൊ 2 ഇൻറ്റു h എത്രയാണ്? എത്രയാ ഹൈറ്റ്? എത്ര ഹൈറ്റിൽ നിന്നാണ് വീണത്? 2000 ഡിവൈഡഡ് ബൈ 10. അപ്പൊ എത്രയാ? റൂട്ടിന്റെ ഉള്ളിൽ 400, 20 സെക്കൻഡ്. ഇനി ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ നമുക്ക് ഇക്വേഷൻ ഉണ്ടല്ലോ, u ഇൻറ്റു ടി ചെയ്താൽ പോരെ? കാരണം ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ എന്താ? യൂണിഫോം മോഷൻ അല്ലേ? അപ്പൊ എത്രയാ? 20 ഇൻറ്റു 20. കാരണം 20 അല്ലല്ലോ, 100 സോറി ഐ മേഡ് എ മിസ്റ്റേക്ക്. 100 ഇൻറ്റു 20 നമുക്ക് എന്ത് കിട്ടി? 2000 മീറ്റർ എന്ന് കിട്ടി. 2000 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാ? 2 കിലോമീറ്റർ. അപ്പോൾ മനസ്സിലാക്കുക, ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് 2 കിലോമീറ്റർ, വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് 2 കിലോമീറ്റർ. അപ്പൊ ഈ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? ദിസ് വിൽ ബി നത്തിങ് ബട്ട് 2√2. ഇത് രണ്ടാണെങ്കിൽ ഇത് 2√2 അല്ലേ വരാ? ഓക്കെ, ഹൈപ്പോട്ടനൂസ് അല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, നമ്മൾ ഇനി അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐഡിയ ആണ് സർക്കുലർ മോഷൻ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്, യൂണിഫോം സർക്കുലർ മോഷൻ. അപ്പൊ എന്താണ് യൂണിഫോം സർക്കുലർ മോഷൻ? ഹിയർ the body moves along the circumference of a circle. ഒരു സർക്കിളിന്റെ സർക്കംഫറൻസിലൂടെയാണ് ബോഡി മൂവ് ചെയ്യുന്നത് വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ്. അതിന്റെ സ്പീഡ് കോൺസ്റ്റന്റ് ആണ്. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി. സ്പീഡ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ബോഡി മൂവ് ചെയ്യുമ്പോൾ, സർക്കംഫറൻസിലൂടെ മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നില്ല? ബോഡിയുടെ സ്പീഡ് കൂടുകയോ കുറയുകയോ ചെയ്യില്ല. അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ആണ് എന്ത് ചെയ്യുന്നത്? കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത്. ക്ലിയർ അല്ലേ? യെസ്. ഇനി ഇത് കറങ്ങുന്ന ബോഡി അല്ലേ? അപ്പൊ ഇത് റൊട്ടേഷൻ മോഷൻ അല്ലേ? അപ്പൊ ഈ ബോഡിക്ക് എന്തുണ്ട്? ഒരു ആംഗുലർ വെലോസിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക കേട്ടോ. അതിനെ ഞാൻ v നിർത്തുന്നു വിചാരിക്കും. ഈ ബോഡിക്ക് എന്തുണ്ട്? ഒരു ആംഗുലർ വെലോസിറ്റി ഉണ്ട്. ഓക്കെ, ആംഗുലർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ശരിയല്ലേ? അപ്പൊ എന്താണ്? ആംഗുലർ വെലോസിറ്റി ഉണ്ട്, അതെന്താണ്? ഒമേഗ. ക്ലിയർ? ഇനി ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ ബോഡി കറങ്ങുന്ന സർക്കിളിന്റെ റേഡിയസ് എത്രയാണ്? 6 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇവർ തമ്മിലുള്ള റിലേഷൻ v ഈക്വൽ ടു എത്രയാണ്? r ഒമേഗ. അത് വെക്ടർ കോൺസെപ്റ്റിലേക്ക് കൊണ്ടുപോയ v ഈക്വൽ ടു എത്രയാണ്? ഒമേഗ ക്രോസ് r ആണ്. തല തിരിയും ട്ടാ. ഓക്കെ, ഇനി ഞാൻ പറയുന്ന ഒരു ഐഡിയ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ മനസ്സിലാക്കുക, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി മാറില്ല. ഓക്കെ, ആംഗുലർ വെലോസിറ്റിക്ക് ഉണ്ടാവുന്നത് ബോഡിയുടെ എത്രയാണ്? ഒമേഗയാണ്. അതായത് അതിന്റെ ആംഗുലർ സ്പീഡ്, തിരിയണ സ്പീഡ് എന്ത് ചെയ്യില്ല? മാറില്ല. ഓക്കെ, അപ്പോൾ ആൽഫ, ആംഗുലർ ആക്സലറേഷൻ എന്ന് പറയുന്ന സാധനം, ആൽഫ എന്ന് പറയുന്ന സാധനം എന്താണ്? 0. ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ആണ് മാറാത്തത്. ഈ ബോഡി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വെലോസിറ്റിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും? v. ബോഡി ഇവിടെ ആണെങ്കിലോ വെലോസിറ്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ട്. അപ്പൊ മാഗ്നിറ്റ്യൂഡ് മാറുന്നില്ല എന്നുള്ളൂ, എന്ത് ചെയ്യുന്നുണ്ട്? വെലോസിറ്റിന്റെ ഡയറക്ഷൻ മാറുന്നുണ്ട്. ഈ ഡയറക്ഷൻ മാറുന്നത് കൊണ്ട് ഒരു ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള ആക്സലറേഷൻ ഇവിടെ ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സെൻട്രിപിറ്റൽ ആക്സലറേഷൻ. നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സെൻട്രിപിറ്റൽ ആക്സലറേഷൻ. ഈ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒന്നാണ് v²/r. അതല്ലെങ്കിൽ വേറെ ഇക്വേഷൻ ആണ് r ഒമേഗ സ്ക്വയർ. ദീസ് ആർ ദ 2 ഇക്വേഷൻ ഫോർ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ. ക്ലിയർ അല്ലേ? ഇത് എന്തുകൊണ്ട് വരുന്ന? വെലോസിറ്റിന്റെ ഡയറക്ഷൻ ചേഞ്ച് കൊണ്ട് വന്ന. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സെൻട്രിപിറ്റൽ ആക്സലറേഷൻ എന്ന് പറയുന്നത് അലോങ് ദ റേഡിയസ് ടുവേർഡ്സ് സെന്റർ ആണ്. ഡയറക്ഷൻ എന്ന് പറയുന്നത് അലോങ് ദ റേഡിയസ് ടുവേർഡ്സ് സെന്റർ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ബോഡി ഇവിടെയാണെങ്കിൽ ആക്സലറേഷൻ എങ്ങോട്ടാണ്? ഇങ്ങോട്ടാണ്. ഇനി ബോഡി ഇവിടെയാണെങ്കിലോ? പ്ലീസ് ശ്രദ്ധിക്കൂ കേട്ടോ. ബോഡി ഇവിടെയാണെങ്കിലോ? ആക്സലറേഷൻ ഇങ്ങോട്ടാണ്. ക്ലിയർ അല്ലേ? ഇനി ബോഡി ഇവിടെയാണെങ്കിലോ? ആക്സലറേഷൻ ഇങ്ങോട്ടാണ്. ക്ലിയർ അല്ലേ? അപ്പൊ സെൻട്രിപിറ്റൽ ആക്സലറേഷന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് എന്തായിട്ട് നിൽക്കുന്നത്? കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത്. അതിന്റെ ഡയറക്ഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യു ഗോട്ട് ഇറ്റ്? അതിന്റെ ഡയറക്ഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ ഇതാണ് AC. ക്ലിയർ?
അപ്പോൾ ആക്സലറേഷൻ ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ, ആക്സലറേഷന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ കോൺസ്റ്റന്റ് ഉള്ളൂ, ഡയറക്ഷൻ സ്റ്റിൽ ഇവിടെയും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മാറിക്കൊണ്ടിരിക്കുകയാണ്. ക്ലിയർ അല്ലേ യൂണിഫോം സർക്കുലർ മോഷനിൽ കേട്ടാ. ഇനി ഈ സെൻട്രിപിറ്റൽ ഫോഴ്സിന് സെൻട്രിപിറ്റൽ ആക്സലറേഷന് കാരണമാവുന്ന ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? MAC which is equal to mv square by r, അല്ലെങ്കിൽ എന്തായിരിക്കും? mr omega square. This is the equation for centripetal force. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് പുതിയൊരു ഫോഴ്സ് ഒന്നല്ല. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ചരടിൽ കല്ല് കെട്ടുന്നു, കറക്കിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ആ കല്ലിന്റെ കയറിൽ ഉണ്ടാവുന്ന ടെൻഷൻ ആണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? സെൻട്രിപിറ്റൽ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇറ്റ് ഈസ് എ റോൾ ടേക്കൺ ബൈ എ ഫോഴ്സ്. ഒരു ഫോഴ്സ് ഏറ്റെടുക്കുന്ന റോളിന്റെ പേരാണ് എന്ന് പറയുന്നത് സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നത്. അല്ലാതെ ഒരു പുതിയ ഫോഴ്സ് ഒന്നല്ല. ഐഡിയ മനസ്സിലായോ? സോ ദിസ് ഇസ് ദ കേസ് ഓഫ് യൂണിഫോം സർക്കുലർ മോഷൻ. ഇപ്പൊ ഇവിടെ ആര് മാത്രമേ ഉള്ളൂ? സെൻട്രിപിറ്റൽ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ബോഡിക്കുള്ളത് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ആണ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാറില്ല, പക്ഷെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കും. ബോഡിയുടെ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല, പക്ഷെ ഡയറക്ഷൻ മാറും. ഓക്കെ, ബോഡിക്ക് എന്തില്ല? ആംഗുലർ ആക്സിലറേഷൻ ഇല്ല. ബോഡിയുടെ ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഗോട്ട് ഇറ്റ്? ഐഡിയ മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ യൂണിഫോം സർക്കുലർ മോഷനിൽ നിന്നും നോൺ യൂണിഫോം സർക്കുലർ മോഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചേഞ്ചുകളാണ് ഉണ്ടാവാന്ന് വിചാരിച്ചാൽ, ബോഡി മൂവ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ അതിന്റെ വെലോസിറ്റിന്റെ മാഗ്നിറ്റ്യൂഡ് മാറിക്കൊണ്ടിരിക്കും. പറഞ്ഞു മനസ്സിലായോ? ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്നുകിൽ ബോഡിയുടെ വെലോസിറ്റി കൂടും, അല്ലെങ്കിൽ ബോഡിയുടെ വെലോസിറ്റി കുറയും. കൂടുന്ന കേസാണ് ഞാനിവിടെ പറയുന്നത്. ശ്രദ്ധിക്കാട്ടോ, കൂടുന്ന കേസാണ് ഞാനിവിടെ പറയുന്നത്. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, വെലോസിറ്റിന്റെ അതേ ഡയറക്ഷനിൽ എന്തുണ്ട്? ആക്സലറേഷൻ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് AT. AT is called ടാൻജൻഷ്യൽ ആക്സലറേഷൻ. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ടാൻജൻഷ്യൽ ആക്സലറേഷൻ. അപ്പൊ ഇവിടെ എന്താണ് അഡീഷണൽ ആയിട്ടുള്ളത്? ശ്രദ്ധിക്കുക, ഇവിടെ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ ഓൾറെഡി ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം, v²r ആണ്. ഇൻ അഡീഷൻ ടു ദാറ്റ് there will be ടാൻജൻഷ്യൽ ആക്സലറേഷൻ. അതാണ് എന്ന് പറയുന്നത് dv/dt. വെലോസിറ്റിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത് കാരണം സെൻട്രിപിറ്റൽ ആക്സലറേഷൻ, മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നത് കാരണം ടാൻജൻഷ്യൽ ആക്സലറേഷൻ. ക്ലിയർ അല്ലേ? അപ്പൊ റിസൾട്ടന്റ് ഇത് രണ്ടും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ റിസൾട്ടന്റ് ആക്സലറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? ശ്രദ്ധിച്ചോ, റിസൾട്ടന്റ് ആക്സലറേഷൻ A എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി നത്തിങ് ബട്ട് √AC² പ്ലസ് AT². എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പൊ നോൺ യൂണിഫോം സർക്കുലർ മോഷനിൽ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ ഉണ്ട്, ടാൻജൻഷ്യൽ ആക്സലറേഷൻ ഉണ്ട്. ക്ലിയർ അല്ലേ? അതായത് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാറും. അത് കാരണമാണ് എന്തുണ്ടാവുന്നത്? ടാൻജൻഷ്യൽ ആക്സലറേഷൻ. ഇനി ഇവിടെ ഏതൊക്കെ ഫോഴ്സുകൾ ഉണ്ട്? ഇവിടെ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ട് അല്ലെ? എന്താണ്? FC = MAC, ദാറ്റ് ഈസ് m × v²/r. അതോടൊപ്പം തന്നെ എന്തുണ്ട്? ടാൻജൻഷ്യൽ ഫോഴ്സ് ഉണ്ട്. എന്താണ്? FT = m × AT. so FT will be equal to m × dv/dt. ക്ലിയർ അല്ലേ? ഇനി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? നോട്ട് കോൺസ്റ്റന്റ്. ഇവിടെ ആംഗുലർ വെലോസിറ്റി എന്തല്ല? കോൺസ്റ്റന്റ് അല്ല. ആംഗുലർ വെലോസിറ്റി സമയത്തിനനുസരിച്ച് മാറും. അപ്പൊ ബോഡിക്ക് എന്തുണ്ട്? ആംഗുലർ ആക്സലറേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ആൽഫ = dω/d. എല്ലാവർക്കും പിടിയിട്ടില്ലേ? യെസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നോൺ യൂണിഫോം സർക്കുലർ മോഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത്. ഇൻ അഡീഷൻ ടു സെൻട്രിപിറ്റൽ ആക്സലറേഷൻ there will be ടാൻജൻഷ്യൽ ആക്സലറേഷൻ. ക്ലിയർ അല്ലേ? ഈ വെലോസിറ്റിന്റെ അതേ ഡയറക്ഷനിലാണ് AT എങ്കിൽ സ്പീഡ് കൂടും, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ AT വന്നാൽ സ്പീഡ് കുറയും. ഈ ഒരു ആശയം കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചോളൂ കേട്ടോ. ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താ പറയണേ? എ പാർട്ടിക്കിൾ മൂവിംഗ് വിത്ത് യൂണിഫോം സ്പീഡ് ഇൻ എ സർക്കുലർ പാത്ത് കണ്ടെയ്ൻസ്. എന്താ സാധനം? യൂണിഫോം സ്പീഡ്, സർക്കുലർ മോഷൻ. ഇത് എന്ത് സാധനം? യൂണിഫോം സർക്കുലർ മോഷൻ. എന്താ ഉണ്ടാവുക? വെലോസിറ്റിന്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആണ്, ആക്സലറേഷന്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആണ്. പക്ഷെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറുന്നു, ആക്സലറേഷന്റെ ഡയറക്ഷൻ മാറുന്നു. അപ്പൊ ഉത്തരം എന്താ? വേരിയിങ് വെലോസിറ്റി ആൻഡ് വേരിയിങ് ആക്സലറേഷൻ. Done. Next question. A bob is whirled in a horizontal plane by means of a string with initial speed omega. Initial speed എത്രയാ? omega. The tension in the string is T. അപ്പൊ ഇനീഷ്യലി T ആയിരുന്നു ടെൻഷൻ. അപ്പൊ കറങ്ങുന്ന സ്പീഡ് എത്രയായിരുന്നു? ഒമേഗ.
അപ്പൊ ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഒരു കല്ല് കെട്ടി ഇങ്ങനെ കറക്കുന്ന സമയത്ത് എന്താണ് ആ സ്ട്രിങ്ങിലുള്ള ടെൻഷൻ ആണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്, സെൻട്രിപിറ്റൽ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ടീനെ നമുക്ക് എന്തെന്ന് എഴുതാം, എം ആർ ഒമേഗ സ്ക്വയർ എന്ന് എഴുതാം. കത്തിയോ ഞാൻ പറഞ്ഞത്? ആ കല്ലിലല്ല, സോറി, ആ സ്ട്രിങ്ങിൽ അനുഭവപ്പെടുന്ന ടെൻഷൻ ആണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്, സെൻട്രിപിറ്റൽ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ടീനെ നമുക്ക് എന്ന് എഴുതാം, എം ആർ ഒമേഗ സ്ക്വയർ എന്ന് എഴുതാം. ഇനി നമ്മൾ എന്താ ചെയ്തത്, ദ സ്പീഡ് ബിക്കംസ് 2 ഒമേഗ. ഒമേഗനെ നിങ്ങൾ 2 ഒമേഗയ്ക്ക് എന്തുണ്ടാവുക, ടിയും ഒമേഗ സ്ക്വയറും തമ്മിലാ പ്രൊപ്പോർഷണൽ. അപ്പൊ ഒമേഗ 2 ഒമേഗ ആയി കഴിഞ്ഞാൽ ടി എന്തായിട്ട് മാറും, 4t ആയിട്ട് മാറും. ദാറ്റ്സ് ഇറ്റ്. ആൻസർ ഇസ് 40. അപ്പൊ മക്കളെ, നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ വരുന്ന റീനീറ്റ് നിങ്ങൾ സൂപ്പർ ആക്കുക. ഇന്ന് കാണിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു.